മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ തല താഴ്ത്തി മാപ്പ് ചോദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമയുടെ മറവിൽ ചെയ്തു വെച്ച തെറ്റ് ന്യായീകരിക്കാനാണ് മോദിയുടെ ശ്രമമെന്നത് നിസ്സംശയം പറയാം. മറാഠ വികാരത്തിന് മുറിവേറ്റതിൽ താൻ ഖേദിക്കുന്നുവെന്ന് പറഞ്ഞാണ് സംഭവത്തിൽ തല കുമ്പിട്ട് മോദി മാപ്പ് ചോദിച്ചത്. തുടർന്ന് മോദി ഇങ്ങനെ പറഞ്ഞു: 2013 BJP എന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ആദ്യമെത്തിയത് റായ്ഗഡിലെ ഛത്രപതി ശിവാജി മഹാരാജിന്റെ സമാധിക്ക് മുൻപിലാണ്. അവിടെ വെച്ചാണ് ഞാൻ എന്റെ പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഛത്രപതി ശിവാജി മഹാരാജ് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വെറും ഒരു പേരല്ല. ഇന്ന് ഞാൻ എന്റെ ദൈവമായ ഛത്രപതി ശിവജി മഹാരാജിനു മുൻപിൽ തല കുമ്പിട്ട് മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ മൂല്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഭാരതമാതാവിന്റെ മഹാനായ പുത്രനെ, വീർ സവർക്കറെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരല്ല ഞങ്ങൾ. അവർ മാപ്പ് പറയാൻ തയ്യാറാകില്ല. അവർ കോടതിയിൽ പോയി പോരാടുകയാണ് ചെയ്യുക എന്നാണ് മോദിയുടെ ന്യായീകരണം. കഴിഞ്ഞ ദിവസമാണ് രാജ്കോട്ട് കോട്ടയിലെ 35 അടി ഉയരമുള്ള ഛത്രപതിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു വീണത്. 8 മാസം മുൻപ് പ്രധാനമന്ത്രി തന്നെയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. നാവികസേനാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു അനാച്ഛാദനം നടന്നത്. പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദം കനക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ. വിഷയത്തിൽ കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം വിഷയത്തിൽ മാപ്പ് പറയണമെന്നും അന്ന് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചേക്കാമെന്നും പ്രതിമയുടെ നിർമ്മാണത്തിലെ വീഴ്ച സമഗ്രമായി അന്വേഷിക്കണമെന്ന് ശിവസേന MLA വൈഭവ് നായിക് ആവശ്യപ്പെട്ടിരുന്നു. NCP സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ജയന്ത് പാട്ടീലും സർക്കാരിനെ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരാണ് തകർച്ചയ്ക്ക് ഉത്തരവാദി. പ്രതിമ നിർമ്മിച്ച ശേഷം ശരിയായ പരിചരണം നൽകിയില്ല. സർക്കാർ ജോലിയുടെ ഗുണനിലവാരത്തിൽ ശ്രദ്ധിച്ചില്ല. പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ എന്നായിരുന്നു അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. 8 മാസം കൊണ്ടാണ് പ്രതിമ തകർന്നതെന്നും അതിനർത്ഥം പ്രതിമയുടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അതേസമയം നാവികസേന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിമ നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ തുരുമ്പെടുത്തതാണ് പ്രതിമ തകരാൻ കാരണമായതെന്നും ഇത് സംബന്ധിച്ച് നാവികസേനയെ നേരത്തെ അറിയിച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു. അതേസമയം എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് നാവികസേന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിമ തകർന്നു വീണത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി സഖ്യം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ്. നാളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. കഴിഞ്ഞ ദിവസം മുംബൈ കോൺഗ്രസ് അധ്യക്ഷയും MP-യുമായ വർഷ ഗായ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ദാദറിലെ ശിവാജി പാർക്കിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. BKCയിലെ ജിയോ വേൾഡ് സെന്ററിൽ നടന്ന ഫിൻടെക് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. അതേസമയം പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ നരഹത്യാ കുറ്റം ചുമത്തപ്പെട്ട സ്ട്രക്ചറൽ എഞ്ചിനീയർ ചേതൻ പാട്ടീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 12:30ഓടെ കോലാപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഇയാളെ സിന്ധുദുർഗ് പോലീസിന് കൈമാറി. നിരപരാധിയാണെന്നും പ്രതിമ സ്ഥാപിക്കാൻ ആവശ്യമായ നിലമൊരുക്കുക മാത്രമാണ് ചെയ്തതെന്നും ബാക്കി പണികൾ പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ചെയ്തതെന്നും പാട്ടീൽ പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി അജിത് പവാറും മാപ്പ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 8-നായിരുന്നു പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. നാവികസേനയ്ക്ക് തന്നെയായിരുന്നു നിർമ്മാണ ചുമതല. മറാഠ രാജാവായിരുന്ന ഛത്രപതി ശിവാജി 1680 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന കോട്ടയിൽ സ്ഥാപിച്ച പ്രതിമയാണിത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതുവിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വിള്ളൽ വീണ സംഭവത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇത് പിന്നീട് അടയ്ക്കുകയും കരാറുകാരന് 1 കോടി രൂപ പിഴ ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാർ അഭിമാന പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിച്ച ശിവാജിയുടെ പ്രതിമയും തകർന്നു വീണത്.